ഇത് ഞങ്ങളുടെ ജീവിതമാണ്. കാരണം ഇതിക്കുള്ള ഇത്രയും നമുക്കത് ഇമോഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? നമ്മൾ അപ്പുറം ഇപ്പുറം കാണുന്നവരൊക്കെ തന്നെ നിങ്ങളെ അപ്പുറം ഇപ്പുറം കാണുന്ന മനുഷ്യരാണ് ഞാൻ അത് ചേർത്ത് വെച്ചൊരു സിനിമ ഉണ്ടാക്കിയത്. അഭിനയം കൊണ്ട് തകർത്താട് എന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കാരണം ഈ ഒരു ആർട്ട് ഡയറക്ടർ ഡയറക്ടറായി എന്നുള്ളൊരു ഭയങ്കരമായിട്ട് അത്ഭുതമായിരുന്നു. ഇത്രയും രസകരമായിട്ട് അതുപോലെ അതിൻ്റെ ഭംഗിയും എല്ലാം അടിപൊളിയായിരുന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷം. നമ്മൾ ആർട്ട് ഡയറക്ടറായിട്ടല്ലല്ലോ, നമ്മൾ പുതുമുഖ സംവിധാനമായിട്ടാണ് സിനിമ ചെയ്ത്. ഡയറക്ഷൻ എൻ്റെ ജോലിയായിരുന്നു ഞാൻ സിനിമയിൽ. ഇത് പുതുമുഖ സംവിധാനമായിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ചാണ് സിനിമ ചെയ്തത്. പിന്നെ ഇമോഷൻ ഇല്ലാതെ എന്ത് ജീവിതം? നമ്മൾ ചുറ്റുപാട് കാണുന്ന കഥാപാത്രങ്ങളുടെ ഇമോഷനാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. അങ്ങനെ ഇമോഷൻ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനൊരു സിനിമ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്ന സന്തോഷം. എല്ലാവരും സിനിമ കാണുക. അല്ല, നമുക്ക് ഇതിനകത്ത് അജേഷ് അജേഷിനെ ബേസിനെ പോലല്ലാതെ വേറെ ആരോടെ ചെയ്യാനുള്ളത്. പിന്നെ അമ്പാൻ സരിഗു നല്ല കാസ്റ്റിംഗ് അല്ലേ, സ്റ്റെഫിയായിട്ട് ലിജോ മോള്, അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ ആനന്ദ് മന്മഥൻ, അതിൽ അഭിനയിച്ച ദീപക്, ആരാണ് മോശം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സിനിമ ചെയ്തത്. കൊല്ലത്താണ് ഷൂട്ടിംഗ് നടന്നത്. കൊല്ലം എനിക്ക് ഒരുപാട് വർഷമായി. എൻ്റെ കഥ ഇത് ഞങ്ങൾ അനുഭവിച്ച ഒരു കാലത്തുണ്ടായ എൻ്റെ കഥയാണ് ഈ സിനിമ. അപ്പോൾ എനിക്ക് കൊല്ലം അറിയാതിരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇമോഷനും വികാരമാണ് ഞാൻ ഇതിൽ ചെയ്തത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന സന്തോഷം. അപ്പോൾ എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ വെച്ച് കാണിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആ ലൊക്കേഷൻ എനിക്കറിയാം. 8 കൊല്ലമായിട്ട് കൊല്ലത്തുണ്ടായിരുന്ന ഒരാളാണ്. മണ്ഡലം തൊട്ട് 20 വർഷമായിട്ട് അറിയാം. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറേ ആയി ഈ സിനിമയുടെ പുറകെ. 5-8 വർഷമായിട്ട് നടന്ന് നമ്മുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കൊല്ലത്തുള്ള ഞങ്ങളുടെ മോന്തായ എന്നൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ ജീവിതമാണ് നമ്മൾ സിനിമയിൽ നിങ്ങൾ കണ്ടില്ലേ. മറുത ഞാനാ. മറ്റേ ശർമ്മ, രാജേഷ് ശർമ്മ, നമ്മുടെ സിനിമയുടെ പേര് രാജേഷ് ശർമ്മ. അങ്ങനെ കൊല്ലത്തുള്ളൊരു മറ്റേ സുഹൃത്തുക്കളുടെ കഥയാണിത്. അന്ന് പൊന്നുമായിട്ട് വന്ന ആൾ എവിടെ പോയി നമുക്കറിയില്ല. അപ്പോൾ പുള്ളി വരികയാണെങ്കിൽ നമ്മൾ ആ പുള്ളിയെ നാലുകൈ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ഈ BP രാജേഷിൻ്റെ ക്യാരക്ടർ കൊല്ലത്തുള്ള ഒരാളാണ്. അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. എപ്പോൾ വന്നാലും സ്വീകരിക്കും. അങ്ങനെ ആളെ പിന്നെ ഞാൻ കണ്ടില്ല. അങ്ങനെ അനുഭവമാണിത്.
ശരിക്കും ശേഷം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ജീവിതം മൊത്തം. അവസാനം സിനിമയിലേക്ക് വന്നപ്പോൾ ശകലം ചില ചേഞ്ചുകൾ ഉണ്ടെന്ന് കഥയിലേക്ക് വന്നു. സിനിമയിൽ മാറ്റങ്ങൾ ഒഴിച്ചാൽ ഇത് ഞങ്ങളുടെ ജീവിതമാണ്. കാരണം നമുക്ക് അപ്പോൾ ഇതിക്കുള്ള ഇത്രയും നമുക്ക് ഇമോഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറം കാണുന്നവരൊക്കെ തന്നെ. നിങ്ങളെ അപ്പുറം ഇപ്പുറം കാണുന്ന മനുഷ്യരാണ് ഞാനകത്ത് ചേർത്ത് വെച്ചൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ അറിയിക്കുക. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു സിനിമ മലയാളം